നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനം കേരള ഹൈക്കോടതി മരവിപ്പിച്ചു. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജിയിലാണ് കേരള ഹൈക്കോടതി നിർണായക ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേന്ദ്ര വഖഫ് നിയമത്തിന്റെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി അല്ല നിലവിലുള്ള കേരള വഖഫ് ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് ഷോൺ ജോർജ് ഉന്നയിച്ച വാദം പ്രഥമദൃഷ്ട്യാ പരിഗണിച്ചാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസ് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു. അതുവരെ വഖഫ് ബോർഡിന്റെ ഭരണപരമായ ചുമതല വഖഫ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ജോയിന്റ് സെക്രട്ടറിക്കായിരിക്കും. വിദ്യാസമ്പന്നരായ പുതിയ കാലത്തെ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് ഭർത്തൃവീട്ടിൽ എത്തിയാലുടൻ പണവും സ്വർണ്ണാഭരണങ്ങളും സൂക്ഷിക്കാൻ ഭർത്താവിനെയും ഭർത്തൃവീട്ടുകാരെയും ഏൽപ്പിക്കുമെന്ന് കരുതാനാകില്ലെന്ന് ഹൈക്കോടതി. സ്വന്തമായി സൂക്ഷിക്കാനുള്ള അറിവും സ്വാതന്ത്ര്യവും അവർക്കുണ്ടെന്നും കോടതി പറഞ്ഞു. വിവാഹ ആഘോഷത്തിന് മുടക്കുന്ന പണം ഇരുകൂട്ടരുടെയും പൊതുചെലവായതിനാൽ അത് ഭാര്യയ്ക്കോ ഭർത്താവിനോ മടക്കി നൽകണമെന്ന് വിവാഹമോചന കേസുകളിൽ വിധിക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മൂവാറ്റുപുഴ കുടുംബക്കോടതി വിധിച്ച നഷ്ടപരിഹാരം കൂടുതലാണെന്ന് കാട്ടി ഭർത്താവും വീട്ടുകാരും നൽകിയ ഹർജി ഭാഗികമായി അനുവദിച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് A.K. ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് A.K. പ്രീത എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ നിരീക്ഷണം. വിവാഹ നിശ്ചയ ദിവസം 5 ലക്ഷം രൂപ കൈമാറിയതിന് തെളിവുള്ളതിനാൽ മടക്കി നൽകണം. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് 80 പവൻ സ്വർണമുള്ളത് SNDP യോഗം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഭർത്താവ് പണയം വയ്ക്കാൻ 30 പവൻ വാങ്ങിയതിനും തെളിവുണ്ട്. അതും മടക്കി നൽകണമെന്നും കോടതി വ്യക്തമാക്കി. അധികാരം നിലനിർത്താനും അഴിമതി നിറഞ്ഞ രാഷ്ട്രീയം സംരക്ഷിക്കാനുമായി കോൺഗ്രസ് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെയും ശാസ്ത്രജ്ഞരെയും വരെ ബലിയാടാക്കാൻ മടിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. മുൻ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥനും പത്മശ്രീ ജേതാവുമായ RVS മണിയുടെ വെളിപ്പെടുത്തലുകൾ ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ലാത്തതിനെ ചൊല്ലി കോൺഗ്രസിൽ ആഭ്യന്തര യുദ്ധം. കേസിൽ ഇടപെട്ട ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടി വേണമെന്നാണ് ആവശ്യം. ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുനവച്ച വാക്കുകളുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാണ്. കേസ് അന്വേഷിക്കാൻ SIT പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചത് ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ്. അന്വേഷണം നടത്തി SIT ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കും DGPക്കും റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. എന്നാൽ റിപ്പോർട്ട് കിട്ടി 3 ആഴ്ച പിന്നിട്ടിട്ടും നടപടിയില്ലാത്തതാണ് പ്രശ്നമായിരിക്കുന്നത്. SIT റിപ്പോർട്ടിന്മേൽ DGP വ്യക്തത ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ അതിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ADGPക്കെതിരെ തെളിവുണ്ടെന്നും വ്യക്തമായ റിപ്പോർട്ടാണ് നൽകിയതെന്നുമാണ് SITയിലുണ്ടായിരുന്നവരിൽ നിന്നും ലഭിക്കുന്ന വിവരം. കേരള സാഹിത്യ അക്കാദമിയിലും അതിനു കീഴിലുള്ള സ്ഥാപനങ്ങളിലും നടത്തിയ താൽക്കാലിക നിയമനങ്ങൾ റദ്ദാക്കണമെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം സാംസ്കാരിക വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ധനകാര്യ വിഭാഗം നൽകിയ നിർദ്ദേശം നടപ്പിലാക്കാൻ സാഹിത്യ അക്കാദമിക്ക് അടിയന്തര നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാക്കാൻ നടപടി വേണമെന്നും ശുപാർശ ചെയ്തു. പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഡ്രൈവർമാരെ മുതൽ പ്രോജക്റ്റുകളിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലും താൽക്കാലിക ജീവനക്കാരെ വരെ നിയമിച്ച് അഴിമതി നടത്തിയിട്ടുണ്ട്. ഇല്ലാത്ത തസ്തികയിൽ 15 കരാർ നിയമനങ്ങൾ നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൂർ പയ്യന്നൂരിൽ 1.5 വയസ്സുകാരൻ ദേവാൻഷ് ശൗര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിർണായക കണ്ടെത്തലുകൾ. ജനറൽ അനസ്തീഷ്യ നൽകിയതിനെ തുടർന്ന് തലച്ചോറിലേക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതിരുന്നതാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കൂടാതെ കുട്ടിയുടെ പരിക്കിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ ജനറൽ അനസ്തീഷ്യ നൽകി ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യമല്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പരിയായ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ചുണ്ടിലെയും താടിയിലെയും മുറിവുകൾ ആഴത്തിലുള്ളതല്ലെന്ന് കണ്ടെത്തി. അനസ്തീഷ്യ നൽകിയതിന് ഏകദേശം 10 മിനിറ്റിനകം തലച്ചോറിലേക്ക് രക്തയോട്ടം കുറഞ്ഞതിനെ തുടർന്ന് കുട്ടി ബോധരഹിതനാവുകയും 5 ദിവസത്തെ ചികിത്സയ്ക്കൊടുവിൽ മരിക്കുകയുമായിരുന്നു. സംഭവത്തിൽ അനസ്തീഷ്യ നൽകിയ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ചികിത്സയിൽ പങ്കെടുത്ത ശിശുരോഗ വിദഗ്ധർ ഡോക്ടർ ആശാ നിർമ്മൽ, പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ആരതി എന്നിവരും അന്വേഷണ പരിധിയിലാണ്. ഇവരുടെ മൊബൈൽ ഫോണുകൾ നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ ഹർജിയിൽ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. കേസിൽ ജാമ്യത്തിനിറങ്ങിയതിനു ശേഷം വ്യവസ്ഥകൾ ലംഘിച്ച് ജിതിൻ ഫേസ്ബുക്കിലൂടെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ചെന്നും നാട്ടിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം.
കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി വിധി പറയും. LLB പ്രവേശന പരീക്ഷാ പേപ്പറുകൾ നെഗറ്റീവ് മാർക്ക് പരിഗണിക്കാതെ മൂല്യനിർണ്ണയം നടത്തി പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. മിടുക്കന്മാരായ കുട്ടികൾ ലിസ്റ്റിൽ പിന്നോട്ടു പോയി, അർഹതയില്ലാത്തവർ മുന്നിലുമെത്തി. പരാതികൾ ലഭിച്ചതോടെ അബദ്ധം തിരുത്തി പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക് തലകീഴ് മറിയുകയും ചെയ്തു. ത്രിവത്സര പഞ്ചവത്സര കോഴ്സിന്റെ പ്രവേശന പരീക്ഷയിലാണ് ഇത്രയും വലിയ അനാസ്ഥ കാട്ടിയത്. 360 മാർക്കിനായിരുന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ. ഒരു ശരി ഉത്തരത്തിന് 3 മാർക്കും തെറ്റിനൊരു നെഗറ്റീവ് മാർക്കുമാണ്. പ്രവേശന പരീക്ഷാ കമ്മീഷണർ 14 രാവിലെയാണ് ആദ്യ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ആൻസർ കീയുമായി ഒത്തുനോക്കിയപ്പോൾ സ്വന്തം മാർക്ക് കണക്കാക്കിയ കുട്ടികളാണ് അപാകത കണ്ടുപിടിച്ചത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. ഞായറാഴ്ച വരെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ ഒരു ജില്ലകളിലും ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള തെക്കൻ ബംഗ്ലാദേശിനും മുകളിലായി നിലനിന്നിരുന്ന ചക്രവാത ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരങ്ങളിന് മുകളിലായി ഒരു ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാനും വടക്കൻ ഒഡീഷയ്ക്കും പശ്ചിമ ബംഗാളിലെ ഗംഗാ സമതലങ്ങൾക്കും കുറുകെ വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. പാലക്കാട് ഒലവക്കോട് ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിന് സമീപത്തെ ആൽമരത്തിൽ കൊമ്പുകൾ മുറിച്ചപ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങൾ താഴെ വീണ് ചത്ത സംഭവത്തിൽ 3 പേർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് 3 തൊഴിലാളികൾക്കെതിരെ കേസ്. വനം വകുപ്പിന്റെ ഷെഡ്യൂൾ 4 വിഭാഗത്തിൽപ്പെടുന്ന 3 നീർക്കാക്ക കുഞ്ഞുങ്ങളും 8 കൊക്കിൻ കുഞ്ഞുങ്ങളുമാണ് ചത്തത്. 12 നീർക്കാക്ക കുഞ്ഞുങ്ങളെയും 10 കൊക്കിൻ കുഞ്ഞുങ്ങളെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷിച്ചു. മരം മുറിക്കാൻ ഏൽപ്പിച്ചവർക്കെതിരെയും കേസെടുക്കുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുറിക്കാൻ അനുമതി ലഭിച്ച മരമോ കൊമ്പുകളോ ആണെങ്കിലും പക്ഷിക്കൂടും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അവ ഒഴിഞ്ഞു പോകുന്നതുവരെ മുറിക്കാൻ പാടില്ലെന്നാണ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന്റെ ഉത്തരവ്. മരങ്ങളും കൊമ്പുകളും മുറിച്ചു നീക്കാൻ ട്രീ കമ്മിറ്റിയുടെ അനുമതി വേണം. അതേസമയം പ്രദേശത്ത് കൊക്കുകളുടെ ശല്യം രൂക്ഷമാണെന്നും അപകടകരമായി നിന്ന മരക്കൊമ്പുകളാണ് മുറിച്ചു നീക്കിയതെന്നും പ്രദേശത്തെ കച്ചവടക്കാർ പറയുന്നു. കൊക്കുകളുടെ ശല്യത്തിനെതിരെ നഗരസഭയിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ നിന്ന് കായലിൽ വീണ സ്പാ ജീവനക്കാരി മരിച്ചു. തമിഴ്നാട് വെള്ളൂർ സ്വദേശിനി ശരണ്യ രാധാകൃഷ്ണനാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 11:50 സംഭവം. തമിഴ്നാട്ടിൽ നിന്ന് 5 യുവാക്കൾക്കൊപ്പമാണ് ശരണ്യയും ആസാം സ്വദേശിനിയായ മറ്റൊരു യുവതിയും ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് സവാരിക്കായി എത്തിയത്. പുന്നമടയിലെ ഒരു സ്പായിലെ ജീവനക്കാരികളാണ് യുവതികൾ. കരയിലേക്ക് ഇറങ്ങാൻ രാത്രിയിൽ ഇവർ സഞ്ചരിച്ച ഹൗസ് ബോട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് കയറുന്നതിനിടെ യുവതി കായലിലേക്ക് വീഴുകയായിരുന്നു. പളനി മുരുകൻ ക്ഷേത്രത്തിലെ ദണ്ഡായുധപാണി സ്വാമി മഠത്തിന്റെ പഴയ മുരുകൻ ക്ഷേത്രം 1.4 ഏക്കർ ഭൂമിയുടെ വ്യാജ റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് റദ്ദാക്കി. ഏകദേശം 100 കോടി രൂപ വിലമതിക്കുന്ന പ്രധാന ഭൂമി വ്യാജരേഖകൾ ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തികളുടെ പേരിൽ നിയമവിരുദ്ധമായി രജിസ്റ്റർ ചെയ്തിരുന്നു. 45-കാരനായ ഡോക്ടറെ ഫ്ളാറ്റിനുള്ളിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കർണാടകയിലെ ചിരായു ആശുപത്രിയിലെ അനസ്തേഷ്യോളജിസ്റ്റായ ഡോക്ടർ കിരൺ ഹൊനാണ്ണവർ ആണ് കൊല്ലപ്പെട്ടത്. 45 വയസ്സായിരുന്നു. 8 വയസ്സുകാരനായ മകനെ കുത്തേറ്റ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടി നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ ഭാര്യയും ഓഫ്താൽമോളജിസ്റ്റുമായ ഡോക്ടർ പ്രിയങ്കയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തു വരികയാണ്. ധാർവാഡിലെ അതീവ സുരക്ഷയുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. സംഭവ സമയത്ത് പുറത്തുനിന്നാരും ഫ്ളാറ്റിലേക്ക് പ്രവേശിച്ചിട്ടില്ലെന്നാണ് സൂചനയെന്ന് ഹൂബ്ലി ധാർവാഡ് പോലീസ് കമ്മീഷണർ N. ശശികുമാർ അറിയിച്ചു. സംഭവ സമയത്ത് ഡോക്ടർ കിരൺ, ഡോക്ടർ പ്രിയങ്ക, മകൻ എന്നിവർ മാത്രമാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായെന്നും പോലീസ് അറിയിച്ചു. കുടുംബവഴക്കാണ് ഈ ദാരുണ സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ഡോക്ടർ കിരണിനെ ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള IRCTCയുടെ പരിഷ്കരിച്ച വെബ്സൈറ്റ് ഇന്നലെ രാത്രി മുതൽ നിലവിൽ വന്നു. www.irctc.co.in/e-ticket എന്ന ലിങ്ക് വഴി സൈറ്റ് സന്ദർശിക്കാം. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിലും ഈ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട്. മുൻ സൈറ്റിലുണ്ടായിരുന്ന അനാവശ്യ ക്യാപ്ചകളും പോപ്പ് അപ്പുകളും മിന്നിമറയുന്ന ഗ്രാഫിക്കുകളും ഉൾപ്പെടെ ടിക്കറ്റ് ബുക്കിംഗിനിടെ ശ്രദ്ധ തിരിക്കുന്ന ഘടകങ്ങളെല്ലാം ഒഴിവാക്കി സ്ലീപ്പർ, AC 3 ടയർ, AC 2 ടയർ എന്നീ ക്ലാസുകളിലെയും സീറ്റ് ലഭ്യത ഒരുമിച്ച് കണക്കാക്കാനാകുമെന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള ഘടകങ്ങളുടെ എണ്ണം കുറച്ചതും ബുക്കിംഗ് വേഗത്തിലാക്കാൻ സഹായിക്കും. പുതിയ വെബ്സൈറ്റിന്റെ രൂപവും പ്രവർത്തന രീതിയും നേരിട്ടറിയാനും അതിലെ സവിശേഷതകളെക്കുറിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കാനും പൊതുജനങ്ങൾക്കും അവസരമുണ്ട്. രാജ്യത്തെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0യ്ക്ക്
കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതിക്കായി 1.27 ലക്ഷം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഏകദേശം 4 ലക്ഷം കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാനും ഇന്ത്യയുടെ ആഭ്യന്തര ചിപ്പ് നിർമ്മാണ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ട പദ്ധതിയുടെ പുരോഗതിയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ISM-2-ൽ സെമികണ്ടക്ടർ നിർമ്മാണം, ചിപ്പ് പാക്കേജിംഗ്, പരിശോധന, ഡിസൈൻ നവീകരണം, ഗവേഷണ വികസനം, നൈപുണ്യ വികസനം, ശക്തമായ വിതരണ ശൃംഖല സൃഷ്ടിക്കൽ എന്നിവ ഉൾപ്പെടുന്ന 6 പ്രധാന തന്ത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്രിമ ബുദ്ധി, ഇലക്ട്രിക് വാഹനങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ, ഉപഭോക്തൃ ഇലക്ട്രോണിക്സ്, പ്രതിരോധ മേഖലകൾ എന്നിവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ചിപ്പ് നിർമ്മാണം രാജ്യത്തിനകത്ത് തന്നെ ഉറപ്പാക്കി ഇന്ത്യയെ ആഗോള സെമികണ്ടക്ടർ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഉക്രൈൻ നടത്തിയ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിൽ ശുദ്ധീകരണ ഉപകരണങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് കൂടുതൽ ഇന്ധന വിതരണത്തിനായി റഷ്യ ഇന്ത്യൻ റിഫൈനറികളെ സമീപിച്ചു. ഇരു രാജ്യങ്ങളുടെയും ഊർജ്ജ വാണിജ്യത്തിൽ അപ്രതീക്ഷിതമായ മാറ്റത്തിന്റെ സൂചനയാണിത്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം റഷ്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ ബിസിനസ്സുകളിൽ ചിലത് കൂടുതൽ ഗ്യാസലിൻ വിതരണത്തിനായി സ്വകാര്യ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ റിഫൈനറികളെ സമീപിച്ചിട്ടുണ്ട്. മോസ്കോ ഏറ്റവും മോശമായ ഗ്യാസലിൻ പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് ഈ നടപടി. ഉക്രൈനിയൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ ശുദ്ധീകരണ ശേഷിയുടെ ഗണ്യമായ ശതമാനം ഇല്ലാതാക്കി. നിലവിൽ റഷ്യയിൽ നിന്ന് കടൽ മാർഗം അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് ഇന്ത്യ. ഇറാനെതിരെ സൈനിക നടപടി വിപുലീകരിക്കുന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ശക്തമായ വ്യോമാക്രമണം മുതൽ ഇറാന്റെ തന്ത്രപ്രധാനപരമായ മേഖലകൾ ലക്ഷ്യമിട്ടുള്ള കരയുദ്ധം വരെയുള്ള വിവിധ സൈനിക നീക്കങ്ങളാണ് ട്രംപിന്റെ പരിഗണനയിലുള്ളതെന്ന് ദ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം. ഇറാനെതിരെ അടുത്തായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ട്രംപ് ചർച്ച നടത്തി. വൈറ്റ് ഹൌസിൽ അടുത്തിടെ ചേർന്ന യോഗത്തിൽ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതും ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന പിക്കാക്സ് മൗണ്ടൻ തുരങ്കത്തിന്റെ നേരെ ആക്രമണം നടത്തുന്നതും ഉൾപ്പെടെ ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ട്. പ്രമുഖ വ്യവസായി എലോൺ മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ XAI, സ്റ്റെബിലിറ്റി AI എന്നിവയ്ക്കെതിരെ 5 അജ്ഞാത യുവതികൾ അമേരിക്കൻ കോടതിയിൽ കൂട്ടഹർജി ഫയൽ ചെയ്തു. തങ്ങളുടെ കുട്ടിക്കാലത്തെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്ത് കമ്പനിയുടെ AI ടൂളുകൾ വഴി വ്യാജ ലൈംഗിക ചിത്രങ്ങളും നഗ്നചിത്രങ്ങളും നിർമ്മിച്ചുവെന്നാണ് പരാതി. യുവതികളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനായി ജെയിൻ ഡോ എന്ന വ്യാജ പേരുകളിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.